ഹലോ ഗെയ്സ്, അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഹോം ടൂർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടാക്കാം. ഖത്തറിൽ വന്നിട്ട് ഒരു 6 വർഷത്തിൻ്റെ ഇടയിൽ 4ാമത്തെ റൂമാണ് കേട്ടോ ഇത്. പ്രവാസികളോട് പിന്നെ അത് എന്തിനാ റൂം ചേഞ്ച് ആവണേന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇനിയും നമ്മൾ റൂം ചേഞ്ച് ആവും കേട്ടോ. അത് ഇൻഷാല്ലാ കുറച്ച് നാളത്തേക്ക് ആവും, ലോങ് ടൈമിലായിരിക്കും കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത് കാണിച്ചു തരാം. ഇവിടുത്തെ ഈ വില്ല എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ട് ഒരു സമാധാനം തരുന്ന ഒരു വില്ലയാണ് കേട്ടോ. നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ചെയ്തതാണെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അല്ല കേട്ടോ. ഇതൊന്നും ഞാൻ ചെയ്തതല്ല. ഞാൻ വരുന്നതായിട്ട് മുമ്പേ ഇങ്ങനെയുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അപർണ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ആളുടെയാണ് കേട്ടോ. അതെല്ലാം നന്നായിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ റൂമുള്ളത്. ഇവിടെ ഒരു 3 റൂമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇതൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ. അതിൽ ചെറിയൊരു പോർഷൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ ഏരിയ ചുമ്മാ നടവഴിയായിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കബോർഡൊക്കെ ഉള്ളിലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ ഈ കബോർഡ് ഇങ്ങോട്ട് തിരിച്ചിട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്പേസ് അവിടെ യൂസായി. അതേപോലെ നമുക്ക് 2 ഫ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ഫ്രിഡ്ജ് നമ്മൾ ഈ ഒരു ഗ്യാപ്പിലേക്ക് വെച്ച്, ഇവിടെ ഒരു തട്ടുണ്ടായിരുന്നു, അത് ഊരിയിട്ട് ഫ്രിഡ്ജ് വെച്ച് അതിൻ്റെ മുകളിൽ ഓവൻ വെച്ചു കേട്ടോ. പിന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് കേട്ടോ നമ്മുടെ തുണികളൊക്കെ ഉണക്കുന്ന സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. താഴെ പോയിട്ട് കുട്ടികളെയും വെച്ചിട്ട് പോയിട്ട് ഇടുക എന്ന് പറഞ്ഞത് എളുപ്പമുള്ള കേസല്ല. അപ്പോൾ ഇവിടെയാണ് വെക്കുന്നത്. നന്നായിട്ട് ഉണങ്ങും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റുഡിയോ റൂം. ഇതിൽ ഒരുവിധം ഫർണിച്ചേഴ്സൊക്കെ നമ്മുടെ സ്വന്തം തന്നെയാണ് കേട്ടോ. നമ്മൾ വന്ന ആ സമയം തൊട്ടേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൂം മാറുമ്പോൾ ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോകും കേട്ടോ. വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ഇതെന്താണ് ഈ 2 ബെഡ് ഇട്ടേക്കണത്? അത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു വട്ട് അത്രേ ഉള്ളൂ കേട്ടോ. ആ ഫ്രണ്ടിൽ കണ്ട ആ വൈറ്റ് കബോർഡും ഈ സോഫ സെറ്റും ആ മിററുള്ള ആ കബോർഡും ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ സ്വന്തമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റൂം വരുന്നത്. ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ഫുള്ള് കോക്രോച്ചിൻ്റെ കളിയായിരുന്നു, അത്രയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആൾക്കാരനൊക്കെ വെച്ച് അത്രയും കുറേ 3-4 വട്ടം ക്ലീൻ ചെയ്തിട്ടാണ് അതൊക്കെ ഒന്ന് പോയത് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇവിടേക്ക് മാറിയത്. അപ്പോൾ ഇങ്ങനെയാണ് കിച്ചൺ വരുന്നത് കേട്ടോ. അപ്പോൾ അധികം ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, കാര്യം നമ്മൾ വീണ്ടും റൂം മാറും. അപ്പോൾ ഇവിടെ എൻ്റെ മെയിൻ സാധനങ്ങൾ ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. എങ്കിലും അത്യാവശ്യം സ്പേസുള്ള കിച്ചണും റൂമും ബാത്റൂമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബാത്റൂം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പോരാത്തതിന് കുളിമുറി എക്സ്ട്രാ ഒരു സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഗ്ലാസ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് വാഷിംഗ് മെഷീനും വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ റൂം രാവിലെയും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണുമ്പോൾ. ഇതിലെത്ര ക്ലിയർ അല്ല തോന്നുന്നു, പെട്ടെന്ന് എടുത്തതാണ്. അതേപോലെ പിന്നെ ഇവിടെ ഒരു വിൻഡോയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അതും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.